Hello friends, welcome to Jackramani Classes 2.0. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാദി ബോർഡിൻ്റെ 2023 നടന്ന ഖാദി ബോർഡ് പ്രിലിമിനറിയുടെ സയൻസ് ചോദ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ 25 ബയോളജി ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് ഇനി 25 ചോദ്യങ്ങൾ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഉൾപ്പെടെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന് ഉത്തരം എഴുതുക, അതിന് ഒരു സമയം തരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എത്ര ഉത്തരം ശരിയായി എന്നുള്ളത്, ചോദ്യത്തിന് എത്ര ഉത്തരം ശരിയായി എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നു വരുന്ന പ്രദേശം. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നു വരുന്ന പ്രദേശം. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി പേപ്പാറ. പെരിയാർ, തട്ടേക്കാട്, ഇരവികുളം, പേപ്പാറ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം, തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നു വരുന്നത് പ്രദേശം എന്ന് പറയുന്നത് തട്ടേക്കാടാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കാസർഗോഡ്, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം. ഓക്കെ, എല്ലാവർക്കും അറിയാൻ ഉത്തരം തന്നെയാണ്, അതാണ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് എന്ത് ചെയ്യുന്നത്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര വേര് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, ശ്രീകാര്യത്താണ്. കേന്ദ്ര വേര് ഗവേഷണ കേന്ദ്രം, വേര് റൂട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, സങ്കരയിനം നെല്ലിന് ഉദാഹരണം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം. ഓപ്ഷൻ എ അനുഗ്രഹ, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി ലോല, ഓപ്ഷൻ ഡി അനാമിക. അനുഗ്രഹ, അന്നപൂർണ, ലോല, അനാമിക. ഇതിൽ ഏതാണ് സങ്കരയിനം നെല്ലിന് ഉദാഹരണം? ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം, അന്നപൂർണ. എല്ലാവർക്കും ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും, അന്നപൂർണ എന്ന് പറയുന്നത് ഒരു നെല്ലിനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജൻ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. ഉത്തരം ചോദ്യം ശ്രദ്ധിക്കുക, അതായത് വേരുകളിൽ വസിച്ച് നൈട്രജൻ വലിച്ചെടുക്കുന്നത്, അല്ലാതെ മണ്ണിൽ കാണപ്പെടുന്നതെന്നല്ല ചോദ്യം. വേരിൽ വസിച്ച് എന്ത് ചെയ്യുന്നു, നൈട്രജൻ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. റൈസോബിയം, അസറ്റോബാക്ടർ, ലാക്ടോബാസിലസ്, മൈക്കോപ്ലാസ്മ. റൈസോബിയം, അസറ്റോബാക്ടർ, ലാക്ടോബാസിലസ്, മൈക്കോപ്ലാസ്മ. ഉത്തരം ഓപ്ഷൻ എ ആണ്, റൈസോബിയം. റൈസോബിയം. അതേസമയം അസറ്റോബാക്ടർ എന്താണ് ചെയ്യുന്നത്, അസറ്റോബാക്ടർ മണ്ണിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയാണ്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ മണ്ണിൽ കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. ലാക്ടോബാസിലസ് എന്നാണ് ചെയ്യുന്നത്, ലാക്ടോബാസിലസ് ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, അവയിൽ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, താഴെ കുറച്ച് പ്രസ്താവന, ആറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് എന്ത് ചെയ്യുക, കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്, അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. വൈദ്യുതപരമായിട്ട് എന്താണ്, നിർവീര്യമാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല, വിഭജിക്കാൻ കഴിയില്ല. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് 1, 2, 4 ശരിയാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന, ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്, ശരിയായ പ്രസ്താവന. കാരണം എന്താണ്, പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എത്രയാണ്, ഒരുപോലെയാണ്. അതായത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും എന്ത് ചെയ്യും, ഇലക്ട്രോണുകൾ കാണപ്പെടും. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകൾ കാണപ്പെടും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ശരിയായ പ്രസ്താവനയാണ്, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്, ഡെൻസിറ്റി സെയിം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദതരംഗം ഏതാണ്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണ്?
ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി സൂപ്പർസോണിക്, ഓപ്ഷൻ സി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ ഡി അക്വസ്റ്റിക്സ്. അൾട്രാസോണിക്, സൂപ്പർസോണിക്, ഇൻഫ്രാസോണിക്, അക്വസ്റ്റിക്സ്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്. അൾട്രാസോണിക് സൗണ്ട് ആണ് ഉപയോഗിക്കുന്ന ശബ്ദതരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അൾട്രാസോണിക് ആണ്. ഓക്കെ, അടുത്തത് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏതാണ്? ഓപ്ഷൻ എ ഗതികോർജം, ഓപ്ഷൻ ബി കാന്തികോർജം, ഓപ്ഷൻ സി സ്ഥിതികോർജം, ഓപ്ഷൻ ഡി രാസോർജം. ഇതിൽ ഏതാണ് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജം എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്ഥിതികോർജം, അതായത് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഡാമുകളിലൊക്കെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഡാമുകളിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ അതാണ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതായത് ഒരു സ്ഥാനത്തിരിക്കുന്നത്, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം എന്ന് പറയുന്നത്. എന്നാൽ അത് അനങ്ങി തുടങ്ങുമ്പോൾ, അത് മൂവ്മെന്റ് ഉണ്ടായി തുടങ്ങുമ്പോൾ അതുണ്ടാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഏതാണ്? ഗതികോർജ്ജമാണ്, കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മന്ത് രോഗം പരത്തുന്ന കൊതുകുകൾ. ഓക്കെ, മന്ത് രോഗം പരത്തുന്ന കൊതുകുകൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ അനോഫിലസ് കൊതുകുകൾ, ഓപ്ഷൻ ബി ക്യൂലിക്സ് കൊതുകുകൾ, ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്റ്റി, ഓപ്ഷൻ ഡി ഈഡിസ് കൊതുകുകൾ. അനോഫിലസ് കൊതുകുകൾ, ക്യൂലെക്സ് കൊതുകുകൾ, ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് കൊതുകുകൾ. ഓക്കെ, ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്യൂലിക്സ് കൊതുകുകളാണ്. ക്യൂലിക്സ് കൊതുകുകൾ. ഓക്കെ, അടുത്ത ചോദ്യം. വൈറ്റമിൻ എയുടെ അഭാവത്തെ തുടർന്ന് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്ലൈക്കോമ, ഓപ്ഷൻ ബി തിമിരം, ഓപ്ഷൻ സി സിറോപ്താൽമിയ, ഓപ്ഷൻ ഡി നിശാന്തത. ഓക്കെ, കോർണിയ വരണ്ട് അതാര്യമാകുന്ന അവസ്ഥ ഏതാണ് ചോദ്യം. ഗ്ലൈക്കോമ, തിമിരം, സിറോപ്താൽമിയ, നിശാന്തത. ഉത്തരം ഓപ്ഷൻ സി ആണ്. സിറോപ്താൽമിയ. അടുത്ത ചോദ്യം. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി ചെവി, ഓപ്ഷൻ സി മൂക്ക്, ഓപ്ഷൻ ഡി നാക്ക്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചെവിയിൽ കേൾവിക്ക് സഹായിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ഓർഗൻ ഓഫ് കോർട്ടി കോക്ലിയക്കകത്താണ് എന്ത് ചെയ്യുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം. ഉമിനീരിന്റെ pH മൂല്യം. ഉമിനീരിന്റെ pH മൂല്യം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. 8 മുതൽ 8.5 വരെ, ഓപ്ഷൻ ബി 1.5 മുതൽ 3.5 വരെ, ഓപ്ഷൻ സി 7 മുതൽ 7.5 വരെ, ഓപ്ഷൻ ഡി 6.2 മുതൽ 7.6 വരെ. ഉമിനീരിന്റെ pH എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6.2 മുതൽ 7.6 വരെ. കറക്റ്റ് പറഞ്ഞാൽ 6.8 ആണ് ഉമിനീരിന്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, 6.2 മുതൽ 7.6 വരെ എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതി പെടാത്തത് ഏത്? ഓക്കെ, കേരള ആരോഗ്യ പദ്ധതിയായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ഇതിൽ വരാത്തതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ വായിക്കാം. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന. പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി വിപുലപ്പെടുത്തുക. പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി വിപുലപ്പെടുത്തുക. ഓപ്ഷൻ സി വായിക്കാം. ജില്ലാ താലൂക്ക് ആശുപത്രികൾ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പുവരുത്തുക. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പുവരുത്തുക. ഓപ്ഷൻ ഡി അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. അതായത് വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ആര് കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം. ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം.
ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ലാസ്റ്റ് പറഞ്ഞതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് തെറ്റായ പ്രസ്താവന. ബാക്കി എല്ലാം ശരിയാണ്. ഗവൺമെന്റ് ആശുപത്രി രോഗി സൗഹാർദ്ദപരമാക്കുന്ന സേവനങ്ങൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി വിപുലപ്പെടുത്തുക, അത് ശരിയായ പ്രസ്താവനയാണ്. ജില്ലാ താലൂക്ക് ആശുപത്രി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പുവരുത്തുക, അത് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതങ്ങൾ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏത്? ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതകങ്ങൾ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏത്? അതായത് കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഹരിതഗ്രഹവാതകങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഓപ്ഷൻ ബി മീഥൈൻ, ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിലേതാണ് ഹരിതഗ്രഹവാതകങ്ങൾ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? വായിക്കാം, ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ നിത്യഹരിത വനങ്ങൾ, ഓപ്ഷൻ ബി വരണ്ട ഇലപൊഴിയും വനങ്ങൾ, ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, ഓപ്ഷൻ ഡി ചോലവനങ്ങൾ. നിത്യഹരിത വനങ്ങൾ, വരണ്ട ഇലപൊഴിയും വനങ്ങൾ, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, ചോലവനങ്ങൾ, ഇതിലേതാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ജെ തോംസൺ, ഓപ്ഷൻ ബി റൂദർഫോർഡ്, ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്, ഓപ്ഷൻ ഡി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ജെ തോംസൺ, ഓപ്ഷൻ ബി ഏണസ്റ്റ് റൂദർഫോർഡ്, ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്, ഓപ്ഷൻ ഡി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഇതിലാരാണ് ന്യൂട്രോൺ എന്ന കണികകൾ കണ്ടുപിടിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. രണ്ടാമത്തെ പ്രസ്താവന എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. രണ്ടും ശരിയായ പ്രസ്താവനയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അതായത് ഈ ധാതു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഹം കാണപ്പെടുന്ന സംയുക്തം, അതാണ് എന്തെന്ന് പറയുന്നത് ധാതുക്കൾ എന്ന് പറയുന്നത്. അതേസമയം അയിരുകൾ എന്ന് പറയുന്നത് സംയുക്തം തന്നെയാണ്, എന്നാൽ അതിൽ കൂടിയ അളവിൽ ലോഹവും കാണും. അതിന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഹമായിട്ട് വേർതിരിച്ചെടുക്കാനും പറ്റുന്നതിനാണ് എന്ന് പറയുന്നത് അയിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ അയിരുകളും എന്ത് തന്നെയാണ്? ധാതുക്കൾ തന്നെയാണ്. പക്ഷെ എല്ലാ ധാതുക്കളും അയിരല്ല. ഇപ്പൊ ഇരുമ്പിന്റെ ഒരു ധാതുവാണ് അയൺ പൈറൈറ്റിസ്. നമ്മൾ ഈ ഫൂൾസ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന അയൺ പൈറൈറ്റിസ് എന്ന് പറയുന്നത് വിഡ്ഢികളുടെ സ്വർണ്ണം നമ്മൾ പറയില്ലേ, അത് അയൺ പൈറൈറ്റിസ് ആണ്. അതെന്താണ്? ഒരു ധാതുവാണ്. അതിൽ നമുക്ക് പെട്ടെന്ന് ഇരുമ്പ് വേർതിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. അതേസമയം ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് പോലുള്ളവ എന്താണ്? അയിരുകളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? പെട്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരുമ്പ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ അയിരുകൾ എന്ന് വിളിക്കുന്നത്, മറ്റേ ധാതു എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ധാതുക്കളും അയിരുകളല്ല, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ, ബേസിക് എലമെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഓപ്ഷൻ ഡി കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. എല്ലാവർക്കും അറിയാൻ തന്നെയാണ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ.
അതിൽ സൂക്രോസ്, അതായത് പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? സൂക്രോസ് ആണ്. സൂക്രോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് C12H22O11 എന്നാണ്. C12H22O11 എന്നാണ്. അതേസമയം ഈ സൂക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേർന്നുണ്ടാവുന്നതാണ് ഏതെന്ന് പറയുന്നത്? സൂക്രോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? C6H12O6 ആണ്. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6 ആണ്. ഫ്രക്ടോസിന്റെയും സെയിം ഫോർമുലയാണ്. പിന്നെ അതെങ്ങനെ ഫ്രക്ടോസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതിന് നേർ വിപരീതമായിട്ടുള്ള സ്ട്രക്ചറാണ് ആർക്കുള്ളത്? ഫ്രക്ടോസിനുള്ളത്. നമ്മളിപ്പം ഗ്ലൂക്കോസ് എടുത്ത് കണ്ണാടിയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ കണ്ണാടിയിൽ കാണപ്പെടുന്ന ഒരു ഇമേജ് പോലെയാണ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ അതിൽ വരുന്നുള്ളൂ. പക്ഷേ കെമിക്കൽ ഫോർമുല എന്താണ്? സെയിം ആണ്. ഈ കെമിക്കൽ ഫോർമുല സെയിമും സ്ട്രക്ചറലി വ്യത്യാസം വരുന്നതിനെ നമ്മളൊരു പേര് വിളിക്കും. എന്തെന്ന് വിളിക്കും അതിനെ? ഐസോമിയേഴ്സ് എന്ന് വിളിക്കും അല്ലേ? ഐസോമിയേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, എന്നാൽ സ്ട്രക്ചറലി അവ വ്യത്യാസമായിരിക്കും. അതിനെയാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പരീക്ഷ ചോദിക്കാവുന്നതാണ്. ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്, അപ്പോൾ ചിലപ്പോൾ അതിന് ചോദിച്ചെന്നിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യരീരത്തിലെ ഏറ്റവും കഠിനമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. മനുഷ്യരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിൻ്റെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഓപ്ഷൻ എ മൈക്രോ ബാക്ടീരിയം, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ഓപ്ഷൻ ഡി എസ്ക്രീഷ്യ കോളൈ. ഇതിൽ ഏതാണ് പല്ലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്നാണ് ചോദ്യം. ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതെന്ന് പറയാം ലാക്ടോബാസിലസ് എന്ന് പറയാം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, അതായത് ലാക്ടോസിനെ എന്താക്കി മാറ്റുന്നു? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്നു. ഈ ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യും? പല്ലിനെ നശിപ്പിക്കും. അതായത് ഈ ലാക്ടോസ് എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നതാണ്? നമ്മുടെ പാലിലൊക്കെ കാണപ്പെടുന്ന എന്താണ്? ഷുഗർ ആണ് എന്ന് പറയുന്നത് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറ്റുന്നത് ലാക്ടോബാസിലസ് ആണ്, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. ഈ പാല് പുളിക്കാൻ കാരണമാവുന്നതും ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. പാല് പുളിക്കാൻ കാരണമാവുന്നത് ഒക്കെ എന്താണ്? ലാക്ടോബാസിലസ് ആണ്. ഇതിൽ സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടല്ലേ, ഈ സ്ട്രെപ്റ്റോകോക്കസും എന്ത് ചെയ്യുന്നുണ്ട്? പല്ലിൻ്റെ ഇനാമലെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അളവ് ചെയ്യുന്നത് ആരെന്ന് വെച്ചിരുന്നാൽ ലാക്ടോബാസിലസ് ആണ്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് കിടത്തൂല, ഉറക്കാതെ പല്ല് ഏൽപ്പിക്കാതെയൊക്കെ പാല് കൊടുത്തിട്ട് രാത്രി തുറക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് പല്ല് കേടുവരും. അതിന് കാരണം ഈ ലാക്ടോബാസിലസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം എ ആണ്. രണ്ടാമത്തെ പ്രസ്താവന നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. അടുത്ത പ്രസ്താവന മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. നാലാമത്തെ പ്രസ്താവന മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഓക്കെ, ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം? തെറ്റായ പ്രസ്താവന നാലാമത്തെ പ്രസ്താവന തെറ്റ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. തെറ്റായ പ്രസ്താവനയാണ്. നമ്മൾ നേരത്തെ ത്വക്കിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നത് ജീവകം എയും പല്ലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നത് ജീവകം ഡിയും ആണ്. പല്ല്, എല്ല് പോലുള്ളവയ്ക്ക് ആവശ്യമായ ജീവകം എന്നാണ് ജീവകം ഡി ആണ്. ഓക്കെ, അപ്പോൾ തെറ്റായ പ്രസ്താവന 4 ആണ്. ജീവകം ബി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? അതായത് കുഷ്ഠം പകരുന്നത് ഏത് രീതിയിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വായുവിലൂടെ, ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന, ഓപ്ഷൻ സി കൊതുക് മുഖേന, ഓപ്ഷൻ ഡി ആഹാരം, വെള്ളം എന്നിവയിലൂടെ. വായുവിലൂടെ, സമ്പർക്കം മുഖേന, കൊതുക് മുഖേന, ആഹാരം, വെള്ളം എന്നിവയിലൂടെ.
ഓപ്ഷൻ ബി ആണ് ഉത്തരം, സമ്പർക്കം മുഖേന. സമ്പർക്കം മുഖേന. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. അവിവാഹിതരായ മാതാക്കളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. ഓപ്ഷൻ എ സ്നേഹസ്പർശം, ഓപ്ഷൻ ബി കാരുണ്യ, ഓപ്ഷൻ സി സ്നേഹാശ്വാസം, ഓപ്ഷൻ ഡി സ്നേഹപൂർവ്വം. സ്നേഹസ്പർശം, കാരുണ്യ, സ്നേഹാശ്വാസം, സ്നേഹപൂർവ്വം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്നേഹസ്പർശം. സ്നേഹസ്പർശം. അടുത്ത ചോദ്യം. പയറ് ചെടിയുടെ സങ്കര ഇനം ഏതാണ്? താഴ്ത്തുന്നിരിക്കുന്നവയിൽ പയറ് ചെടിയുടെ സങ്കര ഇനം ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ അനാമിക, ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി, ഓപ്ഷൻ സി ഹരിത, ഓപ്ഷൻ ഡി അനഘ. അനാമിക, ഭാഗ്യലക്ഷ്മി, ഹരിത, അനഘ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭാഗ്യലക്ഷ്മി. ഞാൻ ഇവിടെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് സങ്കര ഇനത്തെ പറ്റി. 7ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തപ്പോഴത്തേക്കും സങ്കര ഇനങ്ങളെല്ലാം പറഞ്ഞതാണ്. അതിൽ ഉള്ളതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ സങ്കര ഇനങ്ങൾ ഒരുപാടായില്ലേ. നേരത്തെ നെല്ലിൻ്റെ സങ്കര ഇനം ചോദിച്ചായിരുന്നു, ഇപ്പോൾ രണ്ടാമത് ചോദിച്ചത് പയർ ചെടിയാണ്. അപ്പോഴത് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് എടുത്ത് ഒന്ന് കാണുക. ഓക്കെ, ഭാഗ്യലക്ഷ്മിയാണ് ഉത്തരം. അടുത്ത ചോദ്യം. വനവിഭവം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വനവിഭവം അല്ലാത്തത് ഏത്? ഓക്കെ, ഓപ്ഷൻ എ പശ, ഓപ്ഷൻ ബി കോലരക്ക്, ഓപ്ഷൻ സി തേൻ, ഓപ്ഷൻ ഡി മണ്ണെണ്ണ. പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. ഇതിൽ ഏതാണ് വനവിഭവം അല്ലാത്തത്? കേൾക്കുമ്പോഴത്തേനും അറിയാമല്ലേ എല്ലാവർക്കും? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മണ്ണെണ്ണ. മണ്ണെണ്ണ വനവിഭവം അല്ല, മണ്ണെണ്ണ ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ ഡി മീഥൈൻ. സൾഫർ ഡയോക്സൈഡ്, അമോണിയ, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ. ഇതിലേതാണ് അമ്ലമഴയ്ക്ക് കാരണം? അമ്ലമഴയ്ക്ക് കാരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടാവും, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുകയും അമ്ലമഴയായിട്ട് പെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ചൈന, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. സുവർണ്ണ നാര് എന്നൊക്കെ അറിയപ്പെടുന്നത് ചണമാണ്. ഓക്കെ, അടുത്ത 25ാമത്തെ ലാസ്റ്റ് ചോദ്യം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ്? അതായത് പ്ലാനറ്ററി മോഡൽ ആരാണ് കൊണ്ടുവന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ, ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ, ഓപ്ഷൻ സി റൂദർഫോർഡ്, ഓപ്ഷൻ ഡി ജെ തോംസൺ. ജോൺ ഡാൾട്ടൺ, മൈക്കിൾ ഫാരഡേ, റൂദർഫോർഡ്, ജെ തോംസൺ. സൗരയുധ മാതൃക കൊണ്ടുവന്നത് ഓപ്ഷൻ സി റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് ആണ് പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സൗരയുധ മാതൃക കൊണ്ടുവന്നത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഓക്കെ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ റൂദർഫോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 25 ചോദ്യം. ഖാദി ബോർഡിലെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് 25 ചോദ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ഉത്തരങ്ങൾ ശരിയായെന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്താൻ നോക്കുക. നമ്മൾ പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കാണുക.